കേബിൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈനിലൂടെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ആങ്കർ ത്രെഡ് 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഇവിടുന്ന് സൂചി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് ഈ നൂല് ഇതുപോലെ പിടിച്ചിട്ട് ഒരു തവണ സൂചിയിലൊന്ന് ചുറ്റണം. എന്നിട്ട് കുറച്ച് മാറ്റി സൂചി ഇതേ ലൈനിൽ തന്നെ താഴേക്ക് ഇറക്കാം. ഇനി കുറച്ചുകൂടെ മാറ്റിയിട്ട് ഇതുപോലെ സൂചി പുറത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്ന പോലെ ഈ നൂല് സൂചിയുടെ അടിയിലൂടെ കൊണ്ടുവരണം. ഇനി നമുക്ക് സൂചി പുറത്തേക്ക് വലിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു സ്റ്റിച്ച് കിട്ടി. ഇനി ഇങ്ങനെ തന്നെ അടുത്ത സ്റ്റിച്ചും ചെയ്യാം. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ നൂല് സൂചിയിൽ ഒരു തവണ ചുറ്റിയിട്ട് കുറച്ച് മാറ്റി താഴേക്ക് ഇറക്കണം. എന്നിട്ട് കുറേ കൂടെ മാറ്റി ഇതുപോലെ സൂചി വെളിയിലേക്ക് എടുക്കണം. എന്നിട്ട് സൂചിയുടെ അടിയിലോട്ട് നൂല് ഇതുപോലെ കൊണ്ടുവന്നിട്ട് സൂചി നമുക്ക് മൊത്തമായിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്റ്റിച്ചും ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിച്ച് കണ്ടാൽ ഒരു ചങ്ങലയുടെ പോലെയാണ് ഇതിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ നടുക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് ബീഡ്സൊക്കെ വെച്ച് പിടിപ്പിക്കാം. അത് നമ്മുടെ ഡിസൈൻ അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടുത്തായിട്ട് നമ്മൾ സൂചി ഇതുപോലെ താഴേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ കേബിൾ ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.